ഗൈസ് വണ്ടി അങ്ങനെ നമ്മൾ ഓടിക്കാൻ പോവാണ്. ഹലോ ഗൈസ്, പുതിയൊരു ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ ഡ്യൂക്ക് 390 എടുക്കാൻ പോകണം കേട്ടോ. സംഭവം വന്നിട്ട് ഇവിടെ വേണ്ടത്തി തന്നെ കഴക്കൂട്ടത്തിനടുത്ത് നമ്മളെ ലുലു മാളിനടുത്ത് ആ കുളം അതിൻ്റെ അവിടെ ഒരു ബൈക്ക് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ ആദ്യമേ തന്നെ പറയാം. ചുമ്മാ കമ്പനിയിൽ ക്ലിക്ക് ബൈറ്റ് ഒക്കെ ചുമ്മാ ഇടാൻ വേണ്ടി അങ്ങനെ സെറ്റാണ്, അല്ല വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വണ്ടി നമുക്ക് ഓടിക്കാൻ ഒരു V3 ഇവിടെ ഇരിപ്പുണ്ട്, ഒരു 390 ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ കാറ് നമ്മുടെ പയ്യന്താ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിവണില്ലേ? കഴിക്കോ? ഹെഡ്ലൈറ്റ് കഴിവ്. ഹെഡ്ലൈറ്റ് എവിടെ? ആ ഹെഡ്ലൈറ്റ് കഴിവ്. വണ്ടി കഴുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൈസിൽ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ പോകണം കേട്ടോ. കാറിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 390 നമ്മൾ 2 ദിവസം മുമ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലെനുവിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലെനു ആരാച്ചെങ്കിൽ നമ്മുടെ നമ്മളുടെ അടുത്തുള്ളൊരു സ്കൂളിൽ നമ്മൾ വൈകുന്നേരമൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ ഇട്ട് ഇങ്ങനെ വൈകുന്നോട്ടത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു സമയത്ത് ഒരു 5-8 വർഷം മുമ്പ് ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കൂട്ടുകാരായിട്ടൊക്കെ സ്കൂളിൻ്റെ അടുത്ത് വൈകുന്നേരമൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ അങ്ങനെ കമ്പനിയായ അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കമ്പനിയായ ഒരു പയ്യനാണ് നമ്മുടെ ഒരു അനിയച്ചെറുക്കാണ് ലെനു. പിന്നെ അതിനുശേഷം നമ്മളുടെയൊക്കെ ട്രിപ്പിനും പിന്നെ എല്ലാ ആവശ്യങ്ങളും നമ്മളോടുള്ള ഒരു പയ്യനാണ് നമ്മുടെ ലെനു. അങ്ങനെ അവൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് 390 നമ്മൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് പോയി നോക്കി വെച്ച് ഇന്ന് നമ്മൾ വണ്ടി പൈസയും കൊടുത്ത് നമ്മൾ വണ്ടി നമ്മൾ പയ്യൻ്റെ സ്വന്തമാക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാൻ ഓർത്ത് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അയ്യോ വെള്ളം തീർന്നു, ഞാനില്ലേ ഇപ്പം തരാമേ. എന്നാ പെട്ടെന്ന് കൊണ്ട് കഴിവണേ. ആ പൊക്കോ അവിടെ വണ്ടി കഴുകാൻ പോട്ട് കണ്ട. എനിക്ക് കാറ് കഴുകാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ കാറ് കഴുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഇൻട്രോ എന്തായാലും സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ ആ ഒരു പ്രൈസ് റേഞ്ച്, വണ്ടി എങ്ങനെ നോക്കിയെടുക്കണം, ആ ഒരു രീതി, അതായത് നമ്മളെങ്ങനെ നോക്കിയെടുത്തോ ആ ഒരു രീതി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ കാർ എന്തായാലും കഴുകി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴുകിയിട്ട് ഒന്ന് സെറ്റായി ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് സെറ്റായി റെഡി ആയിട്ട് നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോകണം. അതാണ് പരിപാടി. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ് നമ്മുടെ ഈ ഒരു ചെറുപടിയിലൊക്കെ നമ്മൾ ചാനൽ അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബേലൊക്കെ ഒന്ന് അപ്പോൾ തന്നെ നമ്മളോട് ഡീറ്റെയിലാണ്. ഓക്കെ ഗായ്സ്, ഊളൻ വന്നു. ഊളൻ CT1000RR. നിനക്ക് ഹെൽമെറ്റ് എന്തിന് കാറിൽ പോണോ ഇനി? അവനെ വെയിറ്റ് ചെയ്ത് നമ്മളോട് ഇരിക്കുകയാണ് അല്ലേ മനുഷ്യ? എത്ര സമയം കൊണ്ടിരിക്കും നമ്മള്? കുറേ സമയം അല്ലേ? ഇടി വേണോ ചോരി? ഇടി വേണോ ചോരി? പേടിക്കാന്നും വേണ്ട, ഇടി ചോരി നീ. ആ ഇടി വേണോ ചോരി? ഇടി വേണോ ചോരി? ഇങ്ങനെ ഇടി വേണോ ചോരി? ഇങ്ങനെ കൈ ചൂണ്ടി. ആ ഇടി വരുന്ന എനക്ക് എടല്ല. നമ്മളങ്ങനെ ഓൾ സെറ്റാണ്. നമ്മൾ പോകാൻ പോകണം. ലാസർ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു. ടാറ്റാ ബൈ. നമ്മൾ 390 ചെന്നെടുത്തിട്ടില്ല അല്ലേ? എന്താ ചൂട് ഇപ്പൊ ഇടാം, വണ്ടി AC ഇടാം. അപ്പം ശരിയെന്നാ ഒരു 390 ചെന്നെടുത്തിട്ട് വരാം. ഓരോ ശരിയാ ബൈ. അടുത്ത വീഡിയോ നമ്മുടെ 390 സിറ്റി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. വണ്ടി റോഡിലോട്ട് ഇറക്കണം. കുറെ നാളായി അവിടെ തന്നെ ഇരിക്കും അല്ലേ? പെവറേക്കാം. അപ്പൊ ശരിയെന്നാ. സീറ്റ് ബെൽറ്റ് ധരിക്കുക. ശുഭദിനം. സുഗുണൻ പോകരുത് ഗൈസ്. വണ്ടി ഓടിക്കുമ്പം ഫോൺ പിടിച്ച് വീഡിയോ എടുക്കരുതെന്നൊക്കെയാണ് അറിവ്. ഉള്ളതാണോ എന്നുള്ള കാര്യം എന്തൊക്കെ കമന്റ് ചെയ്യട്ടോ. സീറ്റ് ബെൽറ്റ് ഇടൂ. അപ്പം ശരിയെന്നാ നമ്മൾ സിറ്റിയിൽ വണ്ടി പോയി എടുത്തിട്ട് വരാം. പയ്യൻ പാതി വഴിക്ക് വെയിറ്റിംഗ് ആണ് കേട്ടോ, ലെനുവിന്റെ ഫ്രണ്ട്. അവൻ ക്യാമറ ഫിയറിലാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഫേസ് കാണിക്കരുതെന്നാണ് പറയുന്നത് അല്ലേ? ക്യാമറ ഫിയർ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ല, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ക്യാമറ ഫ്രണ്ട് വരാൻ താല്പര്യമില്ല, സോറി ഗായ്സ് എന്ന് പറയും. എന്നാ ഓക്കെ ശരി, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ശരിയെന്നാ പോയി വണ്ടി എടുത്തിട്ട് വരാം. ബൈ. നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. കണ്ട ഇവിടെ ഒരു ഫൺ പ്ലസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ആക്കുളത്ത് തന്നെ കണ്ട. അപ്പം ഇതിൻ്റെ ഇവിടുത്തെ മാർഷൽ ഗാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്കിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ബൈക്കുകളൊക്കെ ഇരിപ്പുണ്ട്. R3 ഇരിപ്പുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം. പിന്നെ നമ്മൾ പറഞ്ഞ 390 ഇല്ല കേട്ടോ, സർവീസിന് എവിടെയും കൊടുത്തിരിക്കണോ അറിയാൻ വയ്യോ. എൻ്റെ മുന്നേ ഒരു ഡോഗ് ഇവിടെ കിടക്കുന്നു. ഡോഗ് പിന്നെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്. അപ്പം പയ്യന്മാർ ഇതുണ്ട് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം എന്തായാലും വണ്ടി എന്ന് സെറ്റാക്കട്ടെ. വണ്ടി ഒന്ന് വന്നിട്ട് കാണിച്ചു തരാം. വണ്ടി ഇവിടെ ഇല്ല കൈസ്. നമ്മൾ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിവിടെ നിന്ന് കാർ വാഷിലതൊക്കെ എടുത്ത് വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി തന്നു. പക്ക കേട്ടോട്ടിരിപ്പുണ്ട്. സ്റ്റോക്കാണ് കേട്ടോ ഈ വണ്ടി. പാലക്കാട് രജിസ്ട്രേഷനാണ്. ഇവർ ഡീലറാണ് കേട്ടോ.
അപ്പം റേറ്റ് അതിനനുസരിച്ചൊന്നും കുറച്ചില്ല. പിന്നെ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ള് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ അവരോട് സംസാരിച്ച്. ട്രാക്ക് ടയറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് ടയറും അതേ സെയിം ടയർ തന്നെ. ഓക്കെ, എന്തെങ്കിലും സംസാരിച്ചൊന്ന് സെറ്റ് ആക്കട്ടെ. ഫുള്ളി സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടി. ഈ വണ്ടിയിൽ ഓണർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പാലക്കാടിൽ നിന്നുള്ളതാണ് വണ്ടി, ഫസ്റ്റ് ഓണർ. ഓക്കെ, എന്തെങ്കിലും സംസാരിച്ച് സെറ്റാക്കട്ടെ. പൈസ ഒരു ചാവി വാങ്ങാണ്. എന്തൊക്കെയാ റിപ്ലേസ് ഗൈസ്? അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചൊന്ന് പറഞ്ഞ വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോകണം. ബാക്കിൽ നിന്ന് പയ്യൻ വണ്ടിയും കൊണ്ടുവരും കേട്ടോ. നമ്മളവിടെ ഈ ഹൈവേ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മുടെ അടുത്ത് ചെന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആകാം കേട്ടോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ വണ്ടി വന്നതിന് ശേഷം നമ്മൾ എന്തായാലും പറഞ്ഞുതരാം. പയ്യൻ ഓടിച്ച് വണ്ടി വന്നോണ്ടിരിക്കുകയാണല്ലേ? അതെ, വെയിറ്റിലിരിക്കുകയാണ്. അപ്പൊ ശരി എന്നാ നമ്മൾ അവിടെ എത്തിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ശരി എന്നാ നമ്മൾ വീട്ടിലെത്തി നൈസിൽ ചായ കുടിച്ചൊന്ന് സെറ്റായിട്ട് ഹൈവേയിലോട്ട് പോകണം കേട്ടോ. പയ്യ അവിടെ നിൽക്കുകയാണ്, പോവാം. ഓക്കെ ഗൈസ്, പയ്യ വണ്ടി കൊണ്ട് പറഞ്ഞു ഇവിടെ നിന്നു. ഗൈസ് വണ്ടി അങ്ങനെ നമ്മൾ ഓടിക്കാൻ പോവാണ്. കണ്ട, വെറും 28,000 കിലോമീറ്ററാണ് വണ്ടിയിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കേ, വണ്ടി ഒരു ലാഗുമില്ലാതെ കയറുന്നു. വെറും 5 ഗിയർ മാത്രമേ മാറുകയുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഷോറൂമിലൊക്കെ കൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ റീഡിങ്ങും വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സർവീസ് ഹിസ്റ്ററി വന്നിട്ട് ട്രിവാൻഡ്രം കഴക്കൂട്ടൻ ഷോറൂമിൽ കൊണ്ടുപോയപ്പോൾ സമയത്ത് സർവീസ് ഹിസ്റ്ററി നമുക്ക് തരാൻ പറ്റൂലെന്ന് പറഞ്ഞു കേട്ടോ. ജസ്റ്റ് അവർ കാണിച്ചു തരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PDF നമുക്ക് അയച്ചു തരുമായിരുന്നു. നമുക്ക് ഇന്ന വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇന്ന വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പം അതുകൊണ്ടിട്ടാണ് എൻ്റെ ഹിസ്റ്ററി വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അവർ തരും കേട്ടോ. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തോ സീനും ഉണ്ട്, അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് മാത്രം തന്നെ കേട്ടോ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന്. ആക്സിഡൻറ്റ് സമയത്ത് ഈ സൈഡിൽ പറഞ്ഞ ഒരു ഈ ടാങ്ക് പീസും ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാൻഡിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തോ ചെറിയൊരു ആക്സിഡൻറ്റിൽ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ മേജറായിട്ട് വലിയ പരിപാടികളൊന്നും വണ്ടിക്ക് ചെയ്തിട്ടില്ല. വലിയ ആക്സിഡൻറ്റോ അങ്ങനെ വേറെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് പാലക്കാടുള്ളതാണ്. KL 52S 356 എന്ന നമ്പറാണ് ഈ വണ്ടി വന്നിട്ട്. അപ്പം പാലക്കാടുള്ള ഷഹീമ അങ്ങനെ എന്തുകൊണ്ട് ഒരു പേരുള്ള ഒരു പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഒരു ഡീലർ ഇവിടെ ട്രിവാൻഡ്രത്ത് വാങ്ങി ആ പുള്ളിയുടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടി അത്യാവശ്യം നമ്മൾ നോക്കിയാക്ക സമയത്ത് ഹിസ്റ്ററിയും പിന്നെ എഞ്ചിൻ റീഡിംഗ് ഒക്കെ ഏകദേശം ജെനുവിനൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുക്കാമെന്ന് ഓർത്ത്. പിന്നെ ഫസ്റ്റ് ഓണറും കൂടെയാണ് കേട്ടോ. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ അങ്ങനെ വലിയ സ്ക്രാച്ചുകളും അങ്ങനെ ഒന്നുമില്ല. മൈന്യൂട്ടായിട്ടുള്ള അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ അത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇതിവിടെ ടാങ്കിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പിന്നെ നമ്മൾ മാഡ് ഗാർഡിനൂടെ ഇതെല്ലാം മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട്. ബാക്കി അതർവൈസ് ഭയങ്കര പക്കയായിട്ട് ഇരിപ്പുണ്ടോ. ഈ സൈലൻസറിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, അല്ല വേറെ ഒരിടത്തും അങ്ങനെ ഒരുപാട് സ്ക്രാച്ച് ഒന്നുമില്ല. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ രീതിയിൽ സ്ക്രാച്ചുകളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫിസിക്കലായിട്ട് വണ്ടിക്ക് അത് നോക്കിയിട്ടുണ്ടായിരുന്ന ടയർ 2 നോക്കിയിട്ടുണ്ട്. അതിൽ ബാക്ക് ടയർ ഭയങ്കര ശോകമായിരുന്നു. ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ട്രാക്ക് ടയറാണ് നടക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ടയർ തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നമുക്ക് ഓടാൻ കിട്ടും, അത്രേ ഉള്ളൂ. ചെറിയ ഗ്രിപ്പുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് ടയർ അവർ മാറ്റി തന്നു. ആദ്യം ഒരു 150 സൈസ് ടയർ കിടന്ന് അത് മാറ്റി, അത് ഒട്ടും ഗ്രിപ്പില്ലായിരുന്നു. ആ ടയർ നമുക്ക് മാറ്റിയിട്ട് വേറൊരു ട്രാക്ക് ടയർ 160 സൈസ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും തീരുന്നവരെ ഇത് ഓടിയിട്ട് അത് കഴിഞ്ഞ് വല്ല ആൽഫ വെച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പയ്യനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് ഗിയറിൽ ഒരു 4000 RPM കഴിയുമ്പോൾ ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യാണ്. അത് എപ്പോഴും ഇല്ല, ചില സമയത്തൊക്കെ മിസ്സിങ് ഫീൽ ചെയ്യണമുണ്ട്. ഹെഡിൻ്റെ സൈഡിൽ നിന്ന്, ഈ മേളിലുള്ള ഹെഡിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ വേറെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. നമ്മൾ ത്രോട്ട് കൊടുത്ത സമയത്തും അവർ കുറേ നേരം നിർത്തിയിട്ടാണ് നമ്മൾ ഐഡിൽ വണ്ടിയെ കുറേ നേരം നിർത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് നല്ലപോലെ റബ്ബ് ചെയ്ത് നോക്കി കേട്ടോ, വല്ല സ്മോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ എഞ്ചിൻ്റെ സൗണ്ടിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ സൈലൻസറിൻ്റെ നോബിൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഈ കരി വന്നിട്ട് നോർമലി ഉള്ളതാണ്. പക്ഷേ ഈ കരിയുടെ കൂടെ ജസ്റ്റ് ഒരു ഓയിലിൻ്റെ ഫീൽ അങ്ങനെ ആ ഒരു ചെറിയ രീതിയിലുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കേട്ടോ. അപ്പം എന്നാൽ ഹെഡിൻ്റെ പണി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും പോയിട്ട് വണ്ടി 2021 മോഡലാണ്. ഈ ഒരു കണ്ടീഷനിൽ എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയതുകൊണ്ട് നമ്മൾ ഷോറൂമിലും കഴക്കൂട്ട് ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു കണ്ടീഷൻ എല്ലാം കൂടെ വെച്ചിട്ടും ഒരു
ഡീലറിൻ്റെ കയ്യിലിരുന്നത് കൊണ്ടും ഈ ഒരു വണ്ടിയുടെ റേറ്റ് വന്നിട്ട് ഏകദേശം 260-270 ആ ഒരു റേഞ്ചിനകത്തായിട്ടാ. അപ്പം അവന് ഇഷ്ടപ്പെട്ട അവന് ഓക്കെ. എന്തായാലും ഈ റേറ്റ് കൂടുതലാണോ കുറവാണെന്നുള്ള കാര്യം എന്തായാലും അറിയാൻ വയ്യ. അവന് ഇഷ്ടപ്പെട്ട അങ്ങെടുത്ത് ഫസ്റ്റ് ഓണർ വണ്ടി കൂടെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഫ്രണ്ടിൽ എന്തെങ്കിലും നല്ല ഇടിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അതായത് ചേസിൻ്റെ ഓരോ വെൽഡിങ് സ്പോട്ടുകളുണ്ട്. ഇത് ഇവിടെ താഴ്ഭാഗത്ത് അതാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ സ്പോട്ടുകളുണ്ട്, ഇങ്ങനെ വെൽഡിങ് സ്പോട്ടുകളുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇടിയൊക്കെ പറ്റി കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുകയോ ചെറിയ രീതിയിൽ റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓക്കെ പക്ക സ്റ്റോക്കിലാണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ വന്നിട്ട് എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അറിയാൻ വയ്യായിരുന്നു. ഫുൾ സ്റ്റോക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വീൽ കക്കർ, ടെയിൽ ടൈഡിയും മിററും എല്ലാ കാര്യങ്ങളും അങ്ങനെ പക്കയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്കകത്ത് ഇനി ചെയ്യാനുള്ള പരിപാടി ജസ്റ്റ് ഒന്ന്, അതായത് ഇതിനകത്ത് വലിയ പരിപാടിയൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് അണ്ടർവെല്ലി അത് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് അണ്ടർവെല്ലി കയറ്റും കേട്ടോ. എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് RCയുടെ അണ്ടർവെല്ലിയാണ്. ആ അണ്ടർവെല്ലി എന്തായാലും പുതിയ മോഡൽ RCയുടെ അണ്ടർവെല്ലി ഇതിനകത്ത് എന്തായാലും കയറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അണ്ടർബെല്ലി കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവറോൾ ലുക്ക് നൈസ് ആവും. വണ്ടി ഇച്ചിരി കൂടെ ബൾക്കി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മൈലേജ് ഒന്നും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു തുണ്ടോട്ടത്തിൻ്റെയൊക്കെ ഒരു 15-20 അതിനകത്ത്. ലോങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 അതിനകത്ത്, മാക്സിമം ഒരു 25 അതിനകത്തേ കിട്ടുള്ളൂ. കണ്ടോ ഇതിനകത്തും ചെറിയ രീതിയിലുള്ള ഫോഗ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു 390 എടുക്കണം. പിന്നെ 390 എടുക്കുന്ന മാക്സിമം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. മസ്റ്റായിട്ട് നമ്മൾ സർവീസ് ഹിസ്റ്ററി നോക്കി വലിയ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കണം. പിന്നെ ഒരു കാര്യം കൂടെ മസ്റ്റായിട്ട് ചെയ്യാനുള്ളത്, എഞ്ചിൻ നമ്മളെ മീറ്ററിൽ കാണിക്കണതും എഞ്ചിൻ റീഡിങ് കൂടെ ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. വണ്ടി നമുക്ക് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയെ കൂടെ കൊണ്ടുപോയിട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു എഞ്ചിൻ റീഡിങ് അറിയാൻ പറ്റുള്ളൂ. അവർ ഈ സീറ്റിൻ്റെ അടിയിലൊരു യൂണിറ്റിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ATMൻ്റെ മറ്റേ സ്വൈപ്പിംഗ് മെഷീൻ പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു മെഷീനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള കാര്യം അവർ പക്കായിട്ട് പറഞ്ഞു തരും. നമുക്കത് നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടി ചെക്ക് ചെയ്തെടുക്കുന്നത്, നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. വണ്ടി എന്തായാലും നിർത്തിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പയ്യന്മാർ അപ്പുറത്തെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വണ്ടി നമ്മൾ എടുക്കാൻ പോണ ഒരു വീഡിയോ എന്തായാലും ചെയ്യാൻ ഓർത്ത് ഇത് പലർക്കും യൂസ് ആവട്ടെ. മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയൊക്കെ മാക്സിമം അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോയി നോക്കി വണ്ടി എടുക്കുക. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതേമേന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി അങ്ങ് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. നല്ലപോലെ നോക്കിയും കണ്ടൊക്കെ പയ്യെ ഓടിച്ച് നല്ലപോലെ കൊണ്ട് നടക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാമല്ലോ. ഒരുപാട് സപ്പോർട്ടിനോട് സന്തോഷം. നമ്മുടെ ഈ ചെറു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു കാണുന്നതായിരിക്കും. ബൈ. ശരി എന്നാ. പോയി. ഓ മൈ ഗാഡ്, സേഫ് റൈഡ്.